Welcome to the 18th lecture on BSc Complementary Physics, SEM 3. Today's topic is diffraction grating. BSc Complementary Physics, SEM 3. 18th lecture, diffraction grating optics. Let first we say what is diffraction grating. We are saying diffraction, and the next topic is it is a very important topic. What is a diffraction grating? And its properties. Its equation we are going to study. You look here, a diffraction grating, spelling you note, G-R-A-T-I-N-G, diffraction grating, G-R-A-T-I-N-G. It is a device. A grating consists of a number of equidistant parallel slits. It is made by ruling equidistant parallel fine parallel lines on an optically plain glass plate using a fine diamond point. The rulings are opaque to light and they are known as opacities. The space between successive rulings are transparent to light and they are known as transparencies. ഈ ഗ്രേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഡിഫ്രാക്ഷൻ സ്റ്റഡി ചെയ്യാനുള്ള ഡിവൈസാണ്. ഡിഫ്രാക്ഷൻ സ്റ്റഡി ചെയ്യാനുള്ള ഒരു ലാബ് ഡിവൈസാണ് ഈ ഗ്രേറ്റിംഗ്. നിങ്ങൾ പ്രാക്ടിക്കലിന് ലാബിൽ ഉപയോഗിക്കുന്നതാണ്. ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്, ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ്, വേവ് ലെന്ത് കണ്ടുപിടിക്കാൻ ലൈറ്റിൻ്റെ, അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ഒരു ഗ്ലാസ് പ്ലേറ്റിൽ കൂടി വന്നാൽ ഒരു 2 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ ഡൈവേർഷനാണ് അതിന്. ഒരു ഒപ്റ്റിക്കലി പ്ലെയിൻ ഗ്ലാസ് പ്ലേറ്റ്, അതിൻ്റെ പുറത്ത് ഈ ഡയമണ്ട് പോയിൻ്റ് കൊണ്ട് നമ്മൾ ഇക്യൂ ഡിസ്റ്റൻ്റ് പാരലൽ ലൈൻസ് വരയ്ക്കും, റൂളിങ്സ് നടത്തും. റൂളിങ്സ് ഒരു ഒപ്റ്റിക്കലി പ്ലെയിൻ ഗ്ലാസ് പ്ലേറ്റിൽ ഒരു ഫൈൻ ഡയമണ്ട് പോയിൻ്റ് കൊണ്ട് ഇക്യൂ ഡിസ്റ്റൻ്റ് പാരലൽ ലൈൻസ് വരയ്ക്കും. ആ ലൈൻസിന് റൂളിംഗ് എന്ന് പറയും. ഈ റൂളിംഗ് ലൈറ്റ് കടത്തി വിടത്തില്ല, അതുകൊണ്ട് അതിനെ ഒപ്പാസിറ്റി എന്ന് പറയും, ഒപ്പേക്കാണ്. ഈ റൂളിങ്സിന് ഇടക്കുള്ള സ്പേസ് ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യും, ലൈറ്റ് കടത്തി വിടും, അതുകൊണ്ട് അവയെ ട്രാൻസ്പെറൻസി എന്ന് പറയും. ഇപ്പം നമ്പർ ഓഫ് ഒപ്പാസിറ്റീസ് ആൻഡ് നമ്പർ ഓഫ് ട്രാൻസ്പെറൻസീസ്, ദാറ്റ് ഈസ് എ ഗ്രേറ്റിംഗ്. അപ്പോൾ ഗ്രേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇക്യൂ ഡിസ്റ്റൻ്റ് പാരലൽ റൂളിങ്സ് ഓൺ ആൻ ഒപ്റ്റിക്കലി പ്ലെയിൻ ഗ്ലാസ് പ്ലേറ്റ്. Rulings are opaque to light and the space between successive ruling is transparent to light. It is an N-slit device. Number of slits are there. N-slit device. അത് ലാബിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. So I shall read it once again. A grating consists of a number of equidistant parallel slits. It is made by ruling. വരക്കുക. Ruling equidistant fine parallel lines on an optically plain glass plate using a fine diamond point. The rulings are opaque to light and they are known as opacities, and the space between successive rulings are transparent and they are known as transparencies. ഒരു ചെറിയ ഗ്ലാസ് പ്ലേറ്റ്, ഒരു കണ്ണടച്ചില് പോലെയൊക്കെ ഉള്ള സാധനമാണ്, നമുക്ക് ലാബിൽ കാണാം. അപ്പം അതിൻ്റെ പുറത്ത് ഈ ഫൈൻ ഡയമണ്ട് പോയിൻ്റ് വരച്ചതാണത്. 1 സെൻറ്റിമീറ്റർ വീതിയിൽ ഏകദേശം 5000 ലൈൻസ് കാണും. അതുകൊണ്ട് നമുക്ക് ഇത് നേരിട്ട് കാണാനൊന്നും പറ്റത്തില്ല. ഈ ലൈൻസിനെ 1 സെൻറ്റിമീറ്റർ വിടുത്തിൽ 5000 ലൈൻസാണ്, വളരെ ക്ലോസ് ആണ്. അതുകൊണ്ട് നമുക്ക് ആ ഗ്ലാസ് പ്ലേറ്റ് നോക്കിയാൽ മനസ്സിലാകത്തില്ല, പക്ഷെ അതിൻ്റെ പുറത്ത് ലൈൻസ് ഉണ്ട്, നേരിട്ട് നോക്കിയാൽ കാണാൻ പറ്റത്തില്ല. ഒരു മൈക്രോസ്കോപ്പിൽ വേണമെങ്കിൽ സോൾവ് ചെയ്യാം, അല്ലാതെ നേരിട്ട് നോക്കിയാൽ ഈ ഗ്ലാസ് പ്ലേറ്റ് നോക്കിയാൽ റൂളിങ്സ് കാണാൻ പറ്റില്ല. അത്ര ചെറിയ അടുക്കാണ് ഈ ലൈൻസ്. പിന്നെ ഈ 2 തരം ഗ്രേറ്റിങ്സാണ് പറയുന്നത്. ഒന്ന് ട്രാൻസ്മിഷൻ ഗ്രേറ്റിങ്ങിൻ്റെ തിയറിയാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ ഒരു റിഫ്ലക്ഷൻ ഗ്രേറ്റിംഗ് ഉണ്ട്. 2 തരം ഗ്രേറ്റിംഗ്. The gratings are of 2 types. If rulings are made on a glass plate, it is called transmission grating, and if rulings are made on a mirror, it is called reflection grating.
ഗ്രേറ്റിംഗ് രണ്ട് തരത്തിൽ. നമ്മൾ ഈ റൂളിങ്സ് എല്ലാം, വരകളെല്ലാം, ലൈൻസ് എല്ലാം വരയ്ക്കുന്നത് ഒരു പ്ലെയിൻ ഗ്ലാസ് പ്ലേറ്റിൻ്റെ പുറത്താണെങ്കിൽ അതിനെ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ് എന്നും, ഈ റൂളിങ്സ് നമ്മളൊരു ഒരു കണ്ണാടിയിൽ, ഒരു മിററിൻ്റെ സർഫസിൽ വരയ്ക്കുകയാണെങ്കിൽ അതിനെ റിഫ്ലക്ഷൻ ഗ്രേറ്റിംഗ് എന്ന് പറയും. ഗ്രേറ്റിംഗ് രണ്ട് തരത്തിലാണ് ഉള്ളത്. ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ്, ലൈറ്റ് കടത്തിവിടും. റിഫ്ലക്ഷൻ ഗ്രേറ്റിംഗ്, ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യും. Now what we are going to see is the theory of grating. Grating equation, derivation of sin theta is n lambda. ഇപ്പോൾ ഗ്രേറ്റിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇക്വേഷൻ എഴുതിയിരിക്കുന്നത് സൈൻ തീറ്റ ഈക്വൽ ടു n ലാംഡ. ഇതിനെ ഗ്രേറ്റിങ്ങിലോ ഗ്രേറ്റിംഗ് ഇക്വേഷൻ എന്ന് പറയും. അപ്പോൾ ഈ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നതാണ് തിയറി ഓഫ് ഗ്രേറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുക. വി ആർ ഗോയിങ് ടു സീ തിയറി ഓഫ് ഗ്രേറ്റിംഗ്, ദ ഗ്രേറ്റിംഗ് ലോ ഓർ ദ ഗ്രേറ്റിംഗ് ഇക്വേഷൻ, derivation of sin theta is n lambda. Sin theta is capital N into small n into lambda എന്ന് പറയുന്നതിന് ഗ്രേറ്റിംഗ് ഇക്വേഷൻ എന്ന് പറയും. ഇത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ഇക്വേഷനാണ്. നമ്പർ ഓഫ് ടൈംസ് നമ്മൾ ഈ തിയറിയിലും പ്രോബ്ലത്തിലുമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നൊരു ഫോർമുലയാണ്. തീറ്റയെ വിളിക്കുന്ന പോലെ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ, തീറ്റയെ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ എന്ന് പറയും. ക്യാപിറ്റൽ N ഈസ് എ നമ്പർ ഓഫ് ലൈൻസ് പെർ സെൻറ്റിമീറ്റർ ഓൺ ദ ഗ്രേറ്റിംഗ്. ഗ്രേറ്റിങ്ങിലുള്ള ലൈൻസ് പെർ സെൻറ്റിമീറ്റർ ആണ് 5000 എന്ന് ഞാൻ പറഞ്ഞത്. ഓർഡർ സ്പെക്ട്രം എന്ന് പറയും. ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ ലൈൻ എന്ന് പറയത്തില്ലേ. ഫസ്റ്റ് ഓർഡർ മാക്സിമ, സെക്കൻഡ് ഓർഡർ മാക്സിമ, തേർഡ് ഓർഡർ മാക്സിമ. ഓർഡർ ഓഫ് ലൈൻ അല്ലെങ്കിൽ ഓർഡർ സ്പെക്ട്രം എന്ന് പറയും. ഇത് സ്പെക്ട്രം കാണാൻ ഉപയോഗിക്കുന്നതാണ്. ലാംഡ വേവ് ലെങ്ത് ഓഫ് ലൈറ്റാണ്. ഏത് വേവ് ലെങ്താണ് സ്റ്റഡി ചെയ്യുന്നത്, ഏത് ലൈറ്റാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്, അതിൻ്റെ ലാംഡയാണ്. So grating equation is sin theta is n lambda, where theta is the angle of diffraction, capital N is the number of lines, rulings per centimeter on the grating, small n order of spectrum, it can take 0, 1 to 3 values, and lambda wavelength. And to study the theory, we draw a figure. You look at the figure. XY ഗ്ലാസ് പ്ലേറ്റിൻ്റെ നമുക്ക് അഭിമുഖമായിട്ടുള്ള പിന്നെ ഒരു ലൈൻ. ഇപ്പോൾ ഗ്ലാസ് പ്ലേറ്റിൻ്റെ ആ ഗ്രേറ്റിങ്ങിൻ്റെ വക്കാണ് കാണിച്ചിരിക്കുന്നത്. സൈഡ് വ്യൂ ആണ്. സൈഡ് വ്യൂ ഗ്ലാസ് പ്ലേറ്റ് ഗ്രേറ്റിംഗ് അങ്ങോട്ടായിരിക്കുന്നത്, ഈ പേപ്പറിന് ലംബമായിട്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ വരച്ചിരിക്കുന്നത്. അപ്പോൾ XY ആണ് ഗ്രേറ്റിംഗ്. ആ ഗ്ലാസ് പ്ലേറ്റ്, ഈ ഗ്രേറ്റിങ് നമ്മൾ ഈ പേപ്പറിന് പെർപെൻഡിക്കുലറായിട്ട് പിടിച്ചിരിക്കുക. അപ്പോൾ ലൈറ്റ് വന്ന് പോകുന്ന വഴികളാണ് കാണിച്ചിരിക്കുന്നത്. XY is the grating. ABCDEF പോലെയുള്ള ലൈറ്റ് കടന്നു പോകാനുള്ള വഴികളുണ്ട്. അവയെ റൂൾസ് എന്ന് പറയും. ആ റൂളിങ്സിന് ഇടയിൽ അല്ലെങ്കിൽ ആ ട്രാൻസ്പെറൻസിക്ക് ഇടയിലുള്ള ഒപ്പാസിറ്റിയാണ് BC, അതുപോലെ DE, FG പോലുള്ളതെല്ലാം ഒപ്പാസിറ്റികളാണ്. അപ്പോൾ ട്രാൻസ്പെറൻസി ലൈറ്റ് കടന്നു പോകുന്നത് അവിടെ നമ്മൾ അടച്ചിട്ടില്ല. ഒപ്പാസിറ്റി ആ ലൈറ്റ് കടന്നു പോകാത്ത ഭാഗങ്ങളാണ്. അപ്പോൾ ABCDEF എല്ലാം ട്രാൻസ്പെറൻസി. അവയ്ക്ക് ഇടയ്ക്കുള്ള ഒപ്പാസിറ്റി. ലൈറ്റ് വരുന്ന പാത്താണ് പുറകെ കാണിച്ചിരിക്കുന്നത്. ലൈറ്റ് റേസ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അത് വന്നിട്ട് ഈ ഗ്രേറ്റിങ്ങിൻ്റെ വക്കിൽ തട്ടി ഡിഫ്രാക്റ്റ് ചെയ്ത്, തീറ്റയുടെ ഞങ്ങൾ ഡിഫ്രാക്ഷൻ, തീറ്റ കാണുക, ഡിഫ്രാക്റ്റ് ചെയ്ത് പിന്നെ ഒരു സ്ക്രീനിൽ വന്ന് പതിക്കാനായിട്ട് നമ്മൾ ലെൻസ് ഉപയോഗിക്കുക. അപ്പോൾ ലെൻസ് വഴി സ്ക്രീനിൽ, സാധാരണ കേസിൽ ലാബിലാണെങ്കിൽ IPS ഒരു ഷോർട്ട് ഫോക്കസ് ടെലിസ്കോപ്പിൻ്റെ IPS വന്ന് വീഴും. അപ്പോൾ അങ്ങനെ വന്ന് വീഴുമ്പോൾ നമുക്ക് Qയിൽ അല്ലെങ്കിൽ Pയിലൊക്കെ ബാൻഡ് കാണാൻ പറ്റും. മോണോക്രോമാറ്റിക് ലൈറ്റ് ആണെങ്കിൽ ബാൻഡ് കാണാം. പിന്നെ വൈറ്റ് ലൈറ്റ് ആണെങ്കിൽ സ്പെക്ട്രം കാണാം, വെബ്ജിയോട് പോലുള്ള സ്പെക്ട്രം കാണാം. അപ്പോൾ ഈ പിന്നെ ഗ്രേറ്റിങ്ങിൻ്റെ വക്കിൽ, ആ സ്ലിറ്റ് വക്കിൽ ലൈറ്റ് തട്ടി ഡിഫ്രാക്റ്റ് ചെയ്തിട്ട് സ്ക്രീനിൽ Pയിൽ അല്ലെങ്കിൽ Qയിൽ നമുക്ക് ബാൻഡ്സ് കിട്ടുകയാണ്, അല്ലെങ്കിൽ സ്പെക്ട്രം കിട്ടുകയാണ്, സ്പെക്ട്രൽ ലൈൻസ് കിട്ടുകയാണ്. അപ്പോൾ അതാണ് പറയുന്നത്. XY represents a plane transmission grating placed perpendicular to the plane of the paper. ഈ പേപ്പറിൽ ലംബമായിട്ട് വെച്ചിരിക്കുന്നത്, നമ്മുടെ ഈ സ്ക്രീൻ ലംബമായിട്ടാണ് ഇരിക്കുന്നത്. AB represents
എ ട്രാൻസ്പെറൻസി. എ ബി എന്നുള്ള ട്രാൻസ്പെറൻസിയാണ്. BC represents an opacity. BC represents an opacity. Let small a. Small a can be written a cot. രണ്ട് ഇൻവേർട്ട് കോമയ്ക്ക് ഇടയ്ക്ക് ഇടുക. Let small a be the width of transparency and be that of opacity. ബിയും ഒരു സിംഗിൾ കോട്ടിനകത്ത് കൊടുക്കുക. Be that opacity. Then the distance A plus B is called grating element. That is an important point. അതായത് ഗ്രേറ്റിങ്ങിൽ എ എന്നുള്ളത് ട്രാൻസ്പെറൻസി വിടുത്താണെങ്കിൽ ബി എന്നുള്ളത് ഒപ്പാസിറ്റി വിടുത്താണെങ്കിൽ അതിൻ്റെ സം എ പ്ലസ് ബി അതിനെ വിളിക്കുന്ന പേരാണ് ഗ്രേറ്റിംഗ് എലമെൻറ്റ്. ദ പോയിന്റ് സെപ്പറേറ്റഡ് ബൈ ആർ ഇൻ്റർവൽ മൾട്ടിപ്പിൾ ഓഫ് എ പ്ലസ് ബി ആർ കോൾഡ് കറസ്പോണ്ടിങ് പോയിന്റ്സ്. ഈ എ പ്ലസ് ബി അകലത്തിലുള്ള പോയിന്റുകളെ വിളിക്കുന്ന പേരാണ് ഗ്രേറ്റിംഗിലെ കറസ്പോണ്ടിങ് പോയിന്റ്സ്. ഫോർ എക്സാമ്പിൾ, ഇൻ ദ ഫിഗർ സി ഇസ് ദ കറസ്പോണ്ടിങ് പോയിന്റ് ഓഫ് ഇ, സി ഇസ് ദ കറസ്പോണ്ടിങ് പോയിന്റ് ഓഫ് എ, ഇ ഇസ് ദ കറസ്പോണ്ടിങ് പോയിന്റ് ഓഫ് സി ആൻഡ് സോ ഓൺ. അതായത് എ എന്നുള്ളത് ട്രാൻസ്പെറൻസി വിടുത്താണ്, ബി എന്നുള്ളത് ഒപ്പാസിറ്റി വിടുത്താണ്. എ പ്ലസ് ബി അകലത്ത് ഗ്രേറ്റിംഗ് എലമെന്റ് എന്ന് പറയും. ഗ്രേറ്റിംഗ് എലമെന്റിനോട് സെപ്പറേറ്റ് ചെയ്ത പോയിന്റുകളെ ഗ്രേറ്റിംഗ് എലമെന്റ് അകലത്തിലുള്ള പോയിന്റുകളെ വിളിക്കുന്ന പോലെ കറസ്പോണ്ടിങ് പോയിന്റ്സ്. പറഞ്ഞു നോക്കി കാണാം കറസ്പോണ്ടിങ് പോയിന്റ്സ്. നോക്കി, എ കഴിഞ്ഞാൽ ബി വരെ ഒരു ട്രാൻസ്പെറൻസി, ആ ബി സി ഒപ്പാസിറ്റി. അപ്പോൾ എ കഴിഞ്ഞാൽ സി വരെ ആകുമ്പോൾ ഗ്രേറ്റിംഗ് എലമെൻ്റ് ആകും. അപ്പോൾ അതാണ് എയുടെ കറസ്പോണ്ടിങ് പോയിൻ്റാണ് സി, സിയുടെ കറസ്പോണ്ടിങ് പോയിൻ്റാണ് എഫ്, എഫിൻ്റെ കറസ്പോണ്ടിങ് പോയിൻ്റാണ് ജി. അങ്ങനെ പോകും. അതുപോലെ ബിയുടെ പിന്നെ അടുത്തത് ബിയുടെ കറസ്പോണ്ടിങ് പോയിൻ്റാണ് ഡി, ഡി ആണെന്ന് നോക്കട്ടെ, ABCD. ഡിയുടെ കറസ്പോണ്ടിങ് പോയിൻ്റാണ് എഫ്, എഫിന് കറസ്പോണ്ടിങ് പോയിൻ്റാണ് എച്ച്. അങ്ങനെ പോകും. എ പ്ലസ് ബി അകലത്തിലുള്ള പോയിന്റുകളെ വിളിക്കുന്ന പേരാണ് കറസ്പോണ്ടിങ് പോയിന്റ്സ്. അപ്പം അതൊരു ക്വസ്റ്റ്യനാണ്. വാട്ട് ആർ ഗ്രേറ്റിംഗ് എലമെന്റ് ആൻഡ് കറസ്പോണ്ടിങ് പോയിന്റ് ഇൻ എ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ്? വാട്ട് ആർ ഗ്രേറ്റിംഗ് എലമെന്റ് ആൻഡ് കറസ്പോണ്ടിങ് പോയിന്റ് ഇൻ എ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ്? ഒരു ക്വസ്റ്റ്യനാണ്. നമ്മൾ പറയണം, ഈ ഫേസ് ദ വിഡ്ത്ത് ഓഫ് ട്രാൻസ്പെറൻസി ആൻഡ് ബി ദാറ്റ് ഒപ്പാസിറ്റി, the distance A plus B is called grating element. The points which are separated by an integral multiple of A plus B is called corresponding points. Now is theory. First point is central maximum. Most of the secondary wavelengths pass through the lens without any diffraction and meet at the point P. This point is called the central maximum. അപ്പോൾ സെൻട്രൽ മാക്സിമം എന്നുള്ള വാക്ക് ആദ്യം പഠിക്കുക. നോക്കി, സെൻട്രൽ മാക്സിമം. ഇവിടെ ഈ ലൈറ്റ് നേരെ വരികയാണല്ലോ, ഗ്രേറ്റിംഗിൽ എക്സ്പെരി പതിക്കുകയാണല്ലോ. അപ്പോൾ കുറേ ഭാഗം തുറന്നിരിക്കുകയാണ്. ആ തുറന്ന ഭാഗത്തു കൂടി കുറേ ലൈറ്റ് അങ്ങ് നേരെ പോകും. വക്കിൽ തട്ടുന്നതാണ് ആ ഗ്രേറ്റിങ്ങിൻ്റെ സ്ലിറ്റ് വക്കിൽ തട്ടുന്ന ഡിഫ്രാക്റ്റ് ചെയ്യുന്നത്. നേരെ വരുന്ന കുറേ ലൈറ്റ് അങ്ങോട്ട് പോകും. അത് ലെൻസ് അവയെ പിന്നെ പീൽ ഫോക്കസ് ചെയ്യും. ഇപ്പോൾ പീൽ ഫോക്കസ് ചെയ്യുന്ന ലൈറ്റ് ഡിഫ്രാക്റ്റ് ചെയ്ത് വരുന്നതല്ല, നേരിട്ട് വരുന്നതാണ്. അവയെ വിളിക്കുമ്പോൾ സെൻട്രൽ മാക്സിമം. ഈ വക്കിൽ തട്ടി, ആ സ്ലിറ്റ് വക്കിൽ തട്ടി ഡിഫ്രാക്റ്റ് ചെയ്ത് വരുന്ന ലൈറ്റാണ് ക്യൂ എത്തുന്നത്. അല്ലെങ്കിൽ ക്യൂ പോലുള്ള മറ്റ് പോയിന്റുകളിൽ പിയുടെ അപ്പുറവും ഇപ്പുറവും വരും, താഴെ മുകളിലും വരും. അതാണ് ഡിഫ്രാക്റ്റഡ് ഇമേജുകൾ. പിയിൽ നേരിട്ട് ഡിഫ്രാക്ഷൻ ഒന്നും ഇല്ലാതെ ലൈറ്റിനെ ലെൻസ് ഫോക്കസ് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് സെൻട്രൽ മാക്സിമം. അല്ലെങ്കിൽ പറയും സീറോത്ത് ഓർഡർ ലൈൻ എന്ന് പറയും, സീറോത്ത് ഓർഡർ ലൈൻ. അപ്പോൾ അതാണ് സെൻട്രൽ മാക്സിമം. മോസ്റ്റ് ഓഫ് ദി സെക്കൻഡറി വേവ്ലെങ്ത്സ് പാസ് ത്രൂ ദി ലെൻസ് വിത്തൗട്ട് എനി ഡിഫ്രാക്ഷൻ ആൻഡ് മീറ്റ് അറ്റ് എ പോയിന്റ് പി. ദിസ് പോയിന്റ് ഈസ് കോൾഡ് സെൻട്രൽ മാക്സിമം. ഇനിയാണ് നമ്മൾ ഡിഫ്രാക്ഷൻ ഓർഡേഴ്സ്, ഫസ്റ്റ് ഓർഡർ സ്പെക്ട്രം, ഫസ്റ്റ് ഓർഡർ മാക്സിമം, സെക്കൻഡ് ഓർഡർ മാക്സിമം എന്നിങ്ങനെയുള്ള കാര്യം പറയുന്നത് ഇനിയാണ്. ഡിഫ്രാക്ഷൻ ഓർഡേഴ്സ്. കൺസിഡർ സെക്കൻഡറി wavelengths originating from the corresponding points like A and C. They proceed along the direction AM and CN. They are making an angle theta with the normal. Theta is called angular diffraction. They will reinforce at Q and
ആൻഡ് ഡിഫ്രാക്ഷൻ ബാൻഡ് ഈസ് ഒബ്റ്റെയിൻ. അത് മനസ്സിലാക്കാൻ വീണ്ടും പടത്തിലോട്ട് പോയി നമുക്ക് നോക്കാം. ആ അക്കി തട്ടി പോകുന്ന ലൈറ്റ് ഉണ്ടല്ലോ, എയിൽ നിന്ന് നമ്മൾ രണ്ട് കറസ്പോണ്ടിങ് പോയി എടുക്കുകയാണ്, എയും സിയും. ആ എയിൽ നിന്ന് സിയിൽ നിന്നും തീറ്റ ഡിഫ്രാക്ഷൻ ആംഗിളിൽ രണ്ട് റേസാണ് എ എമ്മും സി എനും. അവ രണ്ടും ചെന്ന് വീണിട്ട് ലെൻസ് ക്യൂവിൽ ഫോക്കസ് ചെയ്യും. ക്യൂവിലാണ് നമുക്ക് ഒരു ഒന്നാമത്തെ ഓർഡറോ രണ്ടാമത്തെ ഓർഡറോ ആയിട്ടൊരു ലൈൻ കിട്ടുന്നത്. ലൈറ്റ് മേപ്പോട്ട് പോയിട്ട് പിക്ക് മുകളിൽ കിട്ടാം. ഈ ക്യൂ പോലെയുള്ള പോയിന്റ് പിയുടെ മുകളിലും കിട്ടാം. അപ്പോൾ ഈ ചിത്രത്തിൽ തീറ്റയുടെ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ, പിന്നെ എ എം സി എൻ രണ്ട് റേസ്, അവ ക്യൂവിലാണ് വരുന്നത്. ക്യൂവിലാണ് സെൻട്രൽ മാക്സിമത്തിൻ്റെ താഴെയുള്ള ഒരു ഫസ്റ്റ് ഓർഡർ മാക്സിമോ അടുത്ത ബാൻഡ് അല്ലെങ്കിൽ സെക്കൻഡ് ഓർഡർ മാക്സിമം കിട്ടുന്നത്. അപ്പോൾ ആ പടം സൂക്ഷിച്ച് നോക്കുക. ആ പടത്തിൽ നമുക്കൊരു ട്രയാങ്കിൾ എടുക്കണം. ഞാൻ പടം ഒന്ന് വലുതായി കാണിച്ചു തരാം, സൂക്ഷിച്ച് നോക്കുക. പിന്നെ എ എം എന്നുള്ള റേക്ക് സി കെ എന്നൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. അപ്പോൾ ഈ താഴത്തെ ആംഗിൾ, ആ ഡിഫ്രാക്ഷൻ ആംഗിൾ മുകളിൽ തീറ്റയാണെങ്കിൽ താഴെയും ആ ട്രയാങ്കിൾ തീറ്റ ആയിരിക്കും. അതിൻ്റെ പ്രൂഫ് നിങ്ങൾക്കറിയാം. കാരണം എയിലെ ആംഗിൾ 90 ആണ്. അപ്പോൾ ആ മുകളിലോട്ട് ആംഗിൾ തീറ്റയാണെങ്കിൽ താഴെ സിയിലെ ആംഗിൾ തീറ്റ വരും. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടിയാണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ പ്രോപ്പർട്ടിയാണ്. ഇങ്ങനെ രണ്ട് പെർപെൻഡിക്കുലർ ഇടയ്ക്കുള്ള ആംഗിളിൻ്റെ ആ കണക്കാണ്. അപ്പോൾ നമ്മൾ എ സി കെ എന്ന പറയുന്ന ട്രയാങ്കിൾ എടുക്കണം, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എ സി കെ വിചാരിക്കാൻ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്ത് ട്രയാങ്കിൾ വിചാരിക്കണം. അവിടെ എ ബി തുറന്നിരിക്കുകയാണ്. അവിടെ ലൈനിട്ട് ഇടുന്നതായിട്ട് സങ്കല്പിച്ച് എ സി കെ എന്ന ട്രയാങ്കിൾ വിചാരിക്കണം. അപ്പോൾ സി കെ പെർപെൻഡിക്കുലർ വരച്ചാൽ ബിയോണ്ട് സി കെ ദർ ഇസ് നോ പാത്ത് എന്നാണ് കണക്ക്. ഈ സി എല്ലിൽ നിന്ന് എ എമ്മിലേക്ക് സി കെ എന്ന പെർപെൻഡിക്കുലർ വരച്ചാൽ ബിയോണ്ട് സി കെ ദർ ഇസ് നോ പാത്ത് ഡിഫറൻസ് ഇസ് എ കെ. അത് നമ്മൾ എ കെ നമ്മൾ ഡെൽറ്റ എന്ന് പറയും. അത് ട്രയാങ്കിൾ എ സി കെയിൽ കണ്ടുപിടിക്കും. എ സി കെ എന്താണ് സൈൻ തീറ്റ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനീസ് എ കെ ബൈ എ സി. എ സി എന്ന് പറയുന്നത് എ പ്ലസ് ബി ആണ്, ഗ്രേറ്റിംഗ് എലമെൻ്റ് ആണ്. അപ്പോൾ ട്രയാങ്കിൾ ഓർത്തിരിക്കണം. എ സി കെ ട്രയാങ്കിൾ ഓർത്തിരിക്കുക, ആംഗിൾ തീറ്റായി ഓർക്കുക. ഇനി നമുക്ക് നമ്മുടെ പ്രൂഫിലേക്ക് വരാം. To find the diffraction orders, draw CK as perpendicular to the line AM. Beyond CK, there is no path difference. Therefore, path difference delta is equal to AK from triangle ACK. Then പറഞ്ഞോ triangle sin theta is AK by AC. That is sin theta is delta by A plus B. Cross multiply. AK is equal to delta. Path difference delta equal to A plus B sin theta. Question number 1. അപ്പോൾ ചിത്രത്തിൽ ഈ ഡെൽറ്റ അല്ലെങ്കിൽ എ കെ എന്നുള്ള വാല്യൂ എ പ്ലസ് ബി സൈൻ തീറ്റ ആണ്. ഇക്വേഷൻ നമ്പർ 1. ഇത് നമ്മൾ ഈ ഒരു ബ്രൈറ്റ് വാല്യൂ കിട്ടണമെങ്കിൽ, ഇപ്പോൾ ലൈറ്റ് കൂടിച്ചേരുന്ന ഒരു ബ്രൈറ്റ് വാല്യൂ കിട്ടണമെങ്കിൽ ഇൻ്റർഫറൻസ് പഠിച്ചിട്ടുണ്ട്. ഫോർ എ മാക്സിമം ബ്രൈറ്റ് വാല്യൂ ടി ക്യൂ ഡെൽറ്റ ഈസ് എൽ ലാംഡ. ഇക്വേഷൻ നമ്പർ 2 വേർ എൻ ഈസ് 1 2 3 0 1 2 എക്സെട്ര. രണ്ട് ലൈറ്റ് കൂടി ചേർന്ന് ഒരു ബ്രൈറ്റ് ബാൻഡ് കിട്ടണമെങ്കിൽ ഇൻ്റർഫറൻസ് കണ്ടീഷൻ ഡെൽറ്റ ഈസ് എൽ ലാംഡയാണ്. എൻ വാല്യൂ 0 1 2 3 വരാം. ഒന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ അവ രണ്ടും നമ്മൾ ഇവിടെ ഇക്വേറ്റ് ചെയ്യും. അടുത്ത സ്റ്റെപ്പിൽ അതാണ് ചെയ്യുന്നത്. ഇക്വേറ്റിംഗ് 1 and 2 എ പ്ലസ് ബി സൈൻ തീറ്റ ഈസ് എൽ ലാംഡ. ഇക്വേഷൻ നമ്പർ 3. ഇനി ഇതൊന്നൂടി മാറ്റും കേട്ടോ. നമ്മൾ ഈ എ പ്ലസ് ബി സൈൻ തീറ്റ സ്മോൾ എൻ ലാംഡ, സ്മോൾ എൻ ഓർഡറാണ്, ഓർഡർ ഓഫ് സ്പെക്ട്രം, ഓർഡർ ഓഫ് ബാൻഡ്. അപ്പോൾ അതൊന്ന് മാറ്റിയത് ഇക്വേഷൻ. ഇഫ് ദർ ആർ ക്യാപിറ്റൽ എൻ, പുതിയ എൻ വരികയാണ് കേട്ടോ. ക്യാപിറ്റൽ എൻ റൂളിങ്സ് പെർ സെൻറ്റിമീറ്റർ ഓൺ ദി ഗ്രേറ്റിംഗ് സർഫസ്, then എ പ്ലസ് ബി ഇൻറ്റു എൻ ഈസ് ഈക്വൽ 1 സെൻറ്റിമീറ്റർ. നമ്മൾ പറഞ്ഞില്ലേ 1 സെൻറ്റിമീറ്ററാണ് ഈ 5000 ലൈൻസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എൻ ലൈൻസ്. ഒരു എലമെൻറ്റിൻ്റെ വീതിയാണ് എ പ്ലസ് ബി. ഇപ്പോൾ എൻ ലൈന് വരച്ചു കഴിഞ്ഞാൽ എൻ ഗ്രേറ്റിംഗ് എലമെൻ്റ് ഉണ്ടെന്ന അർത്ഥം. ഗ്രേറ്റിംഗ് സർഫസിൽ 1 സെൻറ്റിമീറ്ററിൽ നമ്മൾ എൻ ലൈൻസ് വരച്ചാൽ എൻ ഗ്രേറ്റിംഗ് എലമെൻറ്റ് വരുമെന്നാണ് അതിൻ്റെ കണ്ടീഷൻ.
അപ്പോൾ എൻ ഗ്രേറ്റിംഗ് എലമെൻറ്റിൻ്റെ വിഡ്ത്ത് എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എൻ. അത് 1 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇത് സെൻറ്റിമീറ്റർ തന്നെ പറയണം, മീറ്റർ ആകാൻ പാടില്ല. ഇഫ് ദർ ആർ ക്യാപിറ്റൽ എൻ ലൈൻസ് പെർ സെൻറ്റിമീറ്റർ then a plus b into n is 1 centimeter. A plus b is the grating element. ശരിക്കും മനസ്സിലാക്കണം, ഗ്രേറ്റിംഗ് സർഫസിൽ നമ്മൾ എൻ ലൈൻസ് വരയ്ക്കുന്നുണ്ട്. എൻ ലൈൻസ് വരച്ചാൽ നമുക്ക് കിട്ടുന്ന എൻ ഗ്രേറ്റിംഗ് എലമെൻ്റ് ആണ്. ഒരു ഗ്രേറ്റിംഗ് എലമെൻ്റ് വിടുത്ത് എ പ്ലസ് ബി ആണ്. അപ്പോൾ എൻ നമ്പേഴ്സിൻ്റെ വിടുത്ത് എ പ്ലസ് ബി ഇൻറ്റു എൻ, അത് 1 സെൻറ്റിമീറ്റർ. അതുപോലെ എ പ്ലസ് ബി ഇസ് 1/n. ഇത് ഇക്വേഷൻ നമ്പർ 3 കൊടുക്കുക. പുട്ട് എ പ്ലസ് ബി ഇസ് 1/n ഇൻ ഇക്വേഷൻ നമ്പർ 3, that is 1/n sin theta is n lambda, sin theta is n lambda, n lambda. This is equation number 4, and this equation is called grating equation or grating law. If n is 0, we get the central maximum at P. If n is 1, we get the first order maximum at Q. If n is 2, second order maximum. If n is 3, third order maximum, and so on. അങ്ങനെ പോവും. ഇനി നമുക്കിത് വെച്ചിട്ട് ഈ വേവ് ലെങ്ത് കാണുന്ന ഒരു പരീക്ഷണം, അതിന് സ്പെക്ട്രോമീറ്റർ എന്നുള്ള ഡിവൈസാണ് ഉപയോഗിക്കുന്നത്. എക്സ്പെരിമെൻറ്റ് ടു ഡിറ്റർമിൻ ലാംഡ യൂസിങ് ഗ്രേറ്റിംഗ്. എ ഗ്രേറ്റിംഗ് ഇസ് അറേഞ്ച്ഡ് ഫോർ നോർമൽ ഇൻസിഡൻസ് ഓൺ എ സ്പെക്ട്രോമീറ്റർ. നിങ്ങൾ സ്പെക്ട്രോമീറ്റർ കേട്ട് കാണും, അല്ലെങ്കിൽ കണ്ടു കാണും. സ്പെക്ട്രോമീറ്ററിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഒരു ടെലിസ്കോപ്പ്, ഒരു കൊളിമേറ്റർ, പിന്നെ ഒരു പ്രിസം ടേബിൾ. അതിന് നമുക്ക് ഗ്രേറ്റിംഗ് ടേബിൾ എന്ന് പറയാം. അപ്പോൾ ഒരു കൊളിമേറ്ററാണ് സി എന്ന് മുകളിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ടെലിസ്കോപ്പ് ടി എന്ന് താഴെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചോദ്യം സാറ് ക്ലാസ്സിൽ ചോദിക്കുന്ന ചോദ്യം വളരെ തമാശയ്ക്ക് ചോദിക്കാറുണ്ട്, സ്പെക്ട്രോമീറ്ററിന് എത്ര കൊളിമേറ്റർ ഉണ്ട്? അപ്പോൾ ചിലർ പറയും 1 പറയും. സ്പെക്ട്രോമീറ്റർ എത്ര ടെലിസ്കോപ്പ് ഉണ്ട്? ചിലർ പറയും 2 പറയും. ഈ പടം നോക്കിയാൽ പറയുന്നത് 2 ടെലിസ്കോപ്പില്ല, ഒരു ടെലിസ്കോപ്പേ ഉള്ളൂ. ഈ പടത്തിൽ കാണിച്ചിരിക്കുന്ന 2 എണ്ണം, അത് 2 പൊസിഷനാണ്. നമ്മൾ 2 പൊസിഷനിൽ വെച്ച് നോക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ സ്പെക്ട്രോമീറ്ററിൽ ഒരു കൊളിമീറ്റർ, ഒരു ടെലിസ്കോപ്പ്, ഒരു പ്രിസം ടേബിൾ. പ്രിസം വെക്കുന്നത് കൊണ്ടാണ് പ്രിസം ടേബിൾ എന്ന് പറയുന്നത്. ഇവിടെ ഗ്രേറ്റിംഗ് ആണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ അതാണ് പിന്നെ ഈ സ്പെക്ട്രോമീറ്റർ. ഈ ടെലിസ്കോപ്പ് വഴി നോക്കിയിട്ട് നമുക്ക് റീഡിംഗ് എടുക്കാം. കാരണം ഈ സ്പെക്ട്രോമീറ്ററിൽ ഒരു സർക്കുലാർ സ്കെയിലുണ്ട്, ഡിഗ്രിയിൽ ഭാഗിച്ച്. അത് നോക്കി റീഡിംഗ് എടുക്കുകയും ചെയ്യാം. 2 സൈഡിൽ 2 വെർനിയറുണ്ട്. അത് നോക്കി നമ്മൾ റീഡിംഗ് എടുക്കാറുണ്ട്. പ്രാക്ടിക്കലുകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ പ്രിസവും മറ്റൊക്കെ ചെയ്യുന്നതാണ്. ഗ്രേറ്റിംഗും ചെയ്യും. അപ്പോൾ റീഡിംഗ് എടുക്കാൻ പഠിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ഗ്രേറ്റിംഗ് ഉപയോഗിച്ചിട്ട് വേവിൽ തിളക്കുക? അപ്പോൾ നമ്മൾ സ്പെക്ട്രോമീറ്റർ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യുക. ഗ്രേറ്റിങ്ങിൻ്റെ സർഫസ്, അതിനുള്ള ഭാഗം കൊളിമീറ്ററിന് ഫേസ് ടു ഫേസ് ആയിട്ട് വെക്കുക. പുറകെ കൊണ്ടുവന്ന് നേരെ നോക്കിയാൽ സെൻട്രൽ മാക്സിമം കാണും. റൈറ്റ് സൈഡിൽ ഫസ്റ്റ് ഓർഡർ കാണും. ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ റൈറ്റ് കിട്ടും. ഇപ്പുറത്തും ലെഫ്റ്റ് സൈഡിലും ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ ലൈൻസ് കിട്ടും, മോണോക്രോമാറ്റിക് ആണെങ്കിൽ. ഇനി വൈറ്റ് ലൈറ്റ് ആണെങ്കിൽ നമുക്ക് സ്പെക്ട്രാണ് കിട്ടുന്നത്. ഈ ഫസ്റ്റ് ആ ബാൻഡ് സ്ഥലത്ത് ഈ വൈറ്റ് ലൈറ്റ് ആണെങ്കിൽ ഫസ്റ്റ് ഓർഡർ സ്പെക്ട്രം കിട്ടും, വിബ്ജോർ കിട്ടും. പിന്നെ സെക്കൻഡ് ഓർഡർ ഇപ്പുറത്ത് അതുപോലെ കിട്ടും. മോണോക്രോമാറ്റിക് ലൈറ്റ് ആണെങ്കിൽ നേരെ സെൻട്രൽ മാക്സിമം റൈറ്റിലേക്ക് മാറി അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് മാറി ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അത് പ്രാക്ടിക്കൽ ചെയ്താണ് നമ്മൾ ശരിക്കും അത് മനസ്സിലാക്കുന്നത്. ഇനി ദ ഗ്രേറ്റിംഗ് ഈസ് അറേഞ്ച്ഡ് ഫോർ നോർമൽ ഇൻസിഡൻസ് ഓൺ എ സ്പെക്ട്രോമീറ്റർ. അപ്പോൾ ഗ്രേറ്റിംഗ് നോർമൽ ഇൻസിഡൻസ് വെക്കണം. അപ്പോൾ ഈ ഗ്രേറ്റിങ്ങിൻ്റെ പ്ലെയിൻ കൊളിമീറ്റർ റേസിന് പെർപെൻഡിക്കുലർ വെക്കണം. അപ്പം അങ്ങനെ വെക്കണമെന്ന് പറയുമ്പോൾ അത് പ്രാക്ടിക്കൽ ചെയ്ത് പഠിക്കണം. അത് വെക്കുന്ന രീതിയൊക്കെ ഉണ്ട്. അല്ലാതെ ഇവിടെ ഒറ്റ സെൻറ്റൻസിൽ പറയുന്ന കാര്യങ്ങളല്ല. അവിടെ റീഡിംഗ് എടുക്കണം വെക്കുന്ന നേരത്ത്. അത് നിങ്ങൾ പിന്നെ പ്രാക്ടിക്കൽ ടെക്സ്റ്റ് നോക്കിയാൽ അറിയാം എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്. ഇറ്റ് ടേക്ക് സം ടൈം. ഒരു 1 hour, ഒരു 5 minute ഒക്കെ എടുത്താൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. നിങ്ങളത് ചെയ്യുമ്പോൾ പഠിച്ചോളുക. ഇവിടെ നമുക്ക് ഒറ്റ സെൻറ്റൻസ് നിർത്താം. ദ ഗ്രേറ്റിംഗ് ഈസ് അറേഞ്ച്ഡ് നോർമൽ ടു ദ ഇൻസിഡൻറ്റ് റേ, ദ കൊളിമീറ്റർ റേ. The telescope is brought in the position of direct image. നേരെ കൊണ്ടുവരണം. On either side of the direct image, diffracted images of first order are seen. അപ്പോൾ നേരെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ 2 സൈഡിലും ഫസ്റ്റ് ഓർഡർ ഡിഫ്രാക്ട് ഇമേജ് കാണാം.
ഇത് ക്രോസ് വയർ, ഈ ടെലസ്കോപ്പിക് ക്രോസ് വയർ ഉണ്ട്. ഇത് ക്രോസ് വയർ ഇസ് മെയ്ഡ് ടു കോയിൻസൈഡ് വിത്ത് ഈച്ച് ഓഫ് ദി സ്പെക്ട്രൽ ലൈൻ ഓൺ ഐദർ സൈഡ്. ഇപ്പോൾ പടം നോക്കിയ പടത്തിൽ ഡി ഗ്രേറ്റിംഗ്, ജി ഗ്രേറ്റിംഗ് ആണ്. സി കൊളിമീറ്റർ മുകളിൽ, ടി ടെലസ്കോപ്പ് താഴെ, 10th പൊസിഷൻ. ഇത് ലെഫ്റ്റ് സൈഡ് ആൻഡ് റൈറ്റ് സൈഡ്. അപ്പോൾ നമ്മൾ ടെലസ്കോപ്പ് ഈ നേരെയുള്ള സെൻട്രൽ മാക്സിമത്തിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും കൂടെ, ആ പടത്തിൽ കാണുന്ന പോലെ ലെഫ്റ്റിലും റൈറ്റിലും കൊണ്ടുപോയി വെച്ചാൽ നമുക്ക് ഇമേജ് കിട്ടും, ബാൻഡ് കാണാം. ലെഫ്റ്റ് സൈഡ് ആണ് telescope readings are taken. Similarly, the readings of the diffracted image on the right side are taken. The difference between the readings of any line gives twice the angle of diffraction for that line. Hence, the angle of diffraction theta is determined. The wavelength of that line means light is calculated by the equation sin theta is n lambda, or lambda is sin theta by nn. അപ്പോൾ നമ്മൾ ഇത് അറേഞ്ച് ചെയ്തിട്ട് നേരിട്ട് ഡയറക്റ്റ് ഇമേജ് കാണണം. റൈറ്റിലേക്ക് കൊണ്ടുപോയി ഫസ്റ്റ് ഓർഡറിൽ വെച്ചിട്ട് റീഡിങ് എടുക്കണം, ലെഫ്റ്റിൽ കൊണ്ടുവന്ന് ഫസ്റ്റ് ഓർഡർ വെച്ച് റീഡിങ് എടുക്കണം. ഈ രണ്ട് റീഡിങ് തമ്മിലുള്ള വ്യത്യാസം 2 തീറ്റയാണ്. ടോയ്സ് ദി ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ ആണ്. അതിന് പകുതി തീറ്റ കിട്ടി, അങ്ങനെ സൈൻ തീറ്റ കാണാം. പിന്നെ ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് റൂളിങ്സ് പെർ സെൻറ്റിമീറ്റർ ആണ്. അത് 5000 ലൈൻസ് പെർ സെൻറ്റിമീറ്റർ ആയിരിക്കും. അതിടണം. സ്മോൾ എൻ അത് ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ 1 ആണ്. അങ്ങനെ വാല്യൂ കൊടുക്കുക. അപ്പോൾ ലാംഡ കിട്ടും. ലാംഡ ഇവിടെ കിട്ടുന്നത് സെൻറ്റിമീറ്ററിലാണ്. കാരണം ക്യാപിറ്റൽ എൻ നമ്മൾ എഴുതുന്നത് സെൻറ്റിമീറ്ററിൽ ഉള്ള എണ്ണമായതുകൊണ്ട്, 5000 ആയതുകൊണ്ട് നമുക്ക് ലാംഡ കിട്ടുന്നത് സെൻറ്റിമീറ്ററിലാണ്. അത് നിങ്ങൾ മീറ്ററിലാക്കാം, അല്ലെങ്കിൽ ആങ്സ്ട്രമിലാക്കാം, നാനോമീറ്ററിലാക്കാം. അപ്പോൾ ഇതിൻ്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊരു പ്രധാനപ്പെട്ട എസ്സേയാണ്. നമ്മൾ ഇതുവരെ പഠിച്ചതിൽ ന്യൂട്രൺ സയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേയാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന എസ്സേ ഇതാണ്. അത് ഐഡിയ എഴുതിയിട്ടുണ്ട്, വെരി ഇമ്പോർട്ടൻറ്റ്. വാട്ട് ഈസ് ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ്? Give the theory of a plane transmission grating. How is it used to determine the wavelength of light? അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ കംപ്ലീറ്റ് ആൻസറാണ് നമ്മൾ ഇത്രയും നേരം കൊണ്ട് പറഞ്ഞത്. പിന്നെ ചില ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ആർ ഗ്രേറ്റിംഗ് എലമെൻ്റ് കറസ്പോണ്ടിങ് പോയിന്റ്സ് ഓഫ് എ ഗ്രേറ്റിംഗ്? ഞാൻ പറഞ്ഞു കഴിഞ്ഞു. റൈറ്റ് ഡൗൺ ഗ്രേറ്റിംഗ് ഇക്വേഷൻ. ഇത് സൈൻ തീറ്റ ഈസ് എൻ ലാംഡയാണ്. സിമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഡിഫൈൻ ഡിസ്പേഴ്സ് പവർ ഓഫ് എ ഗ്രേറ്റിംഗ്. അത് നമ്മൾ പറഞ്ഞില്ല, അത് നമ്മൾ അടുത്ത ലെക്ചറിലാണ് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ മുൻകൂർ തന്നേ ഉള്ളൂ. ഡിഫൈൻ ഡിസ്പേഴ്സീവ് പവർ ഓഫ് ഗ്രേറ്റിംഗ് അതൊഴിച്ച് ബാക്കി എല്ലാ ക്വസ്റ്റ്യനും മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഉണ്ട്. എസ്സേ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആൻസറാണ്. സോ ഡിസ്പേഴ്സീവ് പവർ വി സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ആൻഡ് ദാറ്റ് ഈസ് ഓൾ. താങ്ക് യു വെരി മച്ച്.